ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓ ഫോർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിലെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച 3 സ്റ്റോക്സുകളാണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളുടെ ടെക്നിക്കലും അതുപോലെ ഫണ്ടമെൻ്റൽസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല പറയുന്നത്, ജസ്റ്റ് നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്റ്റോക്സുകളുടെ ടെക്നിക്കലും അതുപോലെ ഫണ്ടമെൻ്റൽസ് ലെവൽസും. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് കാർബോറാൻഡ് ആണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാർബോറാൻഡം പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തെന്നാണ് പറയുന്നത്. ആ ഒരു പാറ്റേൺ നല്ലൊരു വോളിയത്തിൽ തന്നെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കാം. അപ്പോൾ ഡെയിലി ചാർട്ടിലാണ് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇവിടെ ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആ പാറ്റേൺ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്. നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് ആ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബൈ പറയണത്, അതായത് 1180 1215 ലെവൽസാണ് ബൈ സോൺ വരുന്നത്. ആ ലെവൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈ സോൺ പറയണത്. അതായത് ഈ ഒരു സ്റ്റോക്സ് തിരിച്ച് ഈ ലെവലൊക്കെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് പറയണത് 1510 പറയണത്. അതായത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയണത് 1024 താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്സ് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ നല്ല രീതിയിൽ നല്ല വോളിയത്തിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സ്റ്റോക്സ് വീണ്ടും ഈ ഒരു ബൈ ലെവലായ 1215 1180 ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1510 ആണ് ടാർഗറ്റായിട്ട് പറയുന്നത്. അതേപോലെ ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കത് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഇതിപ്പോൾ ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്സ് ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റലും ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ബിസിനസ് സെഗ്മെൻറ്റ്സ് ആണ്, പിന്നെ മാർക്കറ്റ് ലീഡർഷിപ്പ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, പോസിറ്റീവ് പിയോട്രോസ്കി സ്കോർ ഉണ്ട്. അപ്പോൾ ഈ 5 പോസിറ്റീവ് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു കാർബോറാൻഡം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇപ്പോൾ ടെക്നിക്കലും അതുപോലെ ഫണ്ടമെൻ്റലും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായി പോകുന്നുണ്ടോ എന്ന്. ഇനി അടുത്ത ഒരു സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ശാന്തി ഗിയർ ആണ്. അപ്പോൾ ശാന്തി ഗിയേഴ്സ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ABCD പാറ്റേൺ ആണ് ഫോം ചെയ്തെന്ന് പറയുന്നത്. അതും ഡേ ടൈം ഫ്രെയിമിലാണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ലോ, ഈ ഒരു ഹൈ, പിന്നെ ഒരു ലോയും പിന്നെ ഒരു ഹൈയും കണക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ABCD ഇങ്ങനെയാണ് പോകുന്നത്. ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ABCD പാറ്റേൺ ഫോം ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബൈ ലെവൽ പറയണത് ഈ ഒരു സ്റ്റോക്സ് 535 540 ലെവലാണ് ബൈ ലെവൽ പറയണത്, എൻ്റർ ചെയ്യാൻ പറയണത്. ആ ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലാണ് ബൈ പറയണത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ബ്രേക്കൗട്ട് നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കും. നല്ലൊരു വോളിയത്തിലാണ് ആ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡിന് ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് പറയുന്നത് 765 ഈ ഒരു സ്റ്റോക്സിൻ്റെ ടാർഗറ്റ് പറയുന്നത്. അതായത് ഈ ഒരു ലെവൽ. ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെയായിട്ടായിരിക്കും. അതായത് 470 താഴെ. അപ്പോൾ 470 എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലൊക്കെയാണ്. ഓക്കെ, അതായത് ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ അവർ പറയുന്നത് 67 പോയിൻ്റാണ് റിസ്ക് കാണിക്കുന്നത്. 67.50 പോയിൻറ്റ്സാണ് റിസ്ക് കാണിക്കുന്നത്. 227.50 പോയിൻറ്റ്സാണ് ടാർഗറ്റ് കാണിക്കുന്നത്. ഏകദേശം 1:3 റിസ്ക് റിവാർഡ് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ബൈ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ABCD പാറ്റേൺ പോലെ ഫോം ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു വോളിയത്തിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണാൻ സാധിച്ചു കണ്ടോ, ആ ഒരു ബ്രേക്കൗട്ട് നടന്നപ്പോൾ തന്നെ നല്ലൊരു വോളിയം വരുന്നുണ്ട്, ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റോക്സ് ആ ഒരു ABCD പാറ്റേൺ ആണെങ്കിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കാം. അപ്പോൾ ശാന്തി ഗിയേഴ്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ 8 റീസണാണ് പറയുന്നത്. ഒന്ന് കോർ ബിസിനസ്സാണ്, പിന്നെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത്, പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് ഗ്രോത്ത്, ഓപ്പറേഷൻ എഫിഷ്യൻസി, പിയോട്രോസ്കി സ്കോർ, പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ്. അതായത് 70% മുകളിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവാണ് ഈ ഒരു ശാന്തി ഗിയേഴ്സിന് ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിലവിൽ ഫണ്ടമെൻ്റലിയും സ്ട്രോങ് ആണ്, ടെക്നിക്കൽ വൈസും ബൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇനി അടുത്ത സ്റ്റോക്സ് പറഞ്ഞിരിക്കുന്നത് ക്യാംസ് ആണ്. അപ്പോൾ ക്യാംസ് റൗണ്ട് പാറ്റേൺ ഫോം ചെയ്തെന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ റൗണ്ട് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന വീക്ക്ലി ചാർട്ടിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു രീതിയിൽ റൗണ്ട് പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് ബ്രേക്കൗട്ട് ബൈ ആണ് പറയുന്നത്. അതായത് 3250 മുകളിലാണ് എൻട്രി ചെയ്യാൻ പറയുന്നത്. ആ ലെവൽ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവലാണ് ബൈ പറയുന്നത്. അപ്പോൾ ബ്രേക്കൗട്ട് ആയിട്ടില്ല. അതായത് ഈ 3250 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ബൈ പറയുന്നത് വീക്ക്ലി ക്യാൻഡിൽസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 4700 ടാർഗറ്റ് പറയുന്നത്. അതായത് ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 2705. അതായത് ഈ ഒരു സ്റ്റോക്സ് ഈ 3250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. 4700 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ബ്രേക്കൗട്ട് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ 2705 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും കാണണം. ഇനി ഇത് ഈ സ്റ്റോക്സ് ടെക്നിക്കലി ഓക്കെ ആണ്. നമുക്ക് ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്സ് സ്ട്രോങ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെൻ്റലിയും ഈ സ്റ്റോക്സ് സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൽ 8 റീസണാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഒന്നാമത്തെ റീസൺ ലീഡർഷിപ്പ് പൊസിഷൻ, പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത്, പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് ഗ്രോത്ത്, ഓപ്പറേഷൻ എഫിഷ്യൻസി, ഫ്രീ ക്യാഷ് ഫ്ലോ, പിയോട്രോസ്കി സ്കോർ, ചേഞ്ച് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്സ്. അപ്പോൾ ഈ ഒരു 8 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ക്യാംപ്സിനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി ഇപ്പോൾ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് നമുക്ക് സ്റ്റോക്ക് എഡ്ജിൽ ഈ ആഴ്ച വീക്ക്ലി റിപ്പോർട്ടിൽ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു റിപ്പോർട്ട് ടെക്നിക്കലിയും അതുപോലെ ഫണ്ടമെൻ്റലിയും ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.